ഹായ് നമസ്കാരം, ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എൻ്റർടൈൻമെൻറ്റ് ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായല്ലേ കാണാതെ. അപ്പം നമ്മൾ കാറ് നമുക്കിന്ന് ചെയ്യാം എന്തായാലും. അപ്പം എല്ലാവരും മോഡലിംഗ് ക്ലാസ്സുകളെല്ലാം വളരെ കൃത്യമായി കേട്ട് അതെല്ലാം വളരെ കൃത്യമായി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഡിസൈനർ ആവാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് ചാനലിനെ കൂടിയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങളെല്ലാം പരമാവധി കാണുക, അത് പ്രാക്ടീസ് ചെയ്യുക, ലക്ഷ്യത്തിലെത്തുക. ഓക്കെ, എല്ലാവരും ലക്ഷ്യത്തിലെത്തോട്ട് നല്ലൊരു ഡിസൈനറായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കാറ് നമുക്ക് മോഡൽ ഷീറ്റ് ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മളെല്ലാം മോഡൽ ഷീറ്റ് വെച്ചിട്ട് ചെയ്ത് പഠിക്കുന്നത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു ഡിസൈൻ, ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മൈൻഡിൽ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന മോഡലിംഗ് എങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട്, നമ്മളിപ്പോൾ ആക്സെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു മോഡൽ ഷീറ്റ് പോലും ഉണ്ടായിട്ടില്ല അല്ലേ. ആക്സിൻ്റെ ഇത് ചെയ്തു നമ്മൾ, അതുപോലെ നമ്മൾ മൈക്ക് ചെയ്തു അല്ലേ, അതിനൊരു ചിത്ര റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. പക്ഷേ നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഒരു കാർ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾക്ക് ഒരു 3 എപ്പിസോഡായിട്ട് ഞാൻ എന്തായാലും ഇത് കൺവേർട്ട് ചെയ്ത് പോവും. കാരണം നിങ്ങൾ എല്ലാ എപ്പിസോഡും കാണാം കേട്ടോ, കാറിൻ്റെ മോഡലിംഗ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ അതിന് മുമ്പേ റെഫറൻസ് കാണിക്കുക. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു ആകൃതി നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റെഫറൻസ് ഉണ്ടോ, ഒരു കാറിൻ്റെ റെഫറൻസ് പറയുമ്പോൾ അതിന് ഏറ്റവും മെയിൻ ആയിട്ടില്ല നോക്കിയേ. ഇത് പഴയ ഒരു കാറാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നോക്കിയാൽ നിങ്ങൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതൊരു ക്യൂബിലാണുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിന്റിലൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതൊരു ക്യൂബിലുള്ളത്. എങ്ങനെ ക്യൂബിലാണെന്ന് ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഇങ്ങനെ, അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്നു, അതുപോലെ ഇങ്ങനെ വന്നു, അതുപോലെ ഇങ്ങനെ വന്നു. കണ്ടോ? അപ്പോൾ ഇതൊരു ക്യൂബാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതുപോലെ തന്നെ ഈ ക്യൂബിനെ ഡിവൈഡ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഞാൻ ഈ ബോണറ്റിന്റെ ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഹോറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടുന്ന് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ആ ക്യൂബിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക, സെഗ്മെന്റ്സിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ക്യൂബിന്റെ വെർട്ടെക്സുകൾ നമ്മൾ നീക്കി വെക്കുന്നത്? ഇങ്ങനെ ആയിരിക്കും അല്ലേ. നോക്കിയേ, എത്ര ഈസി ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റും നോക്കിയേ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ മോഡലിങ്ങിൽ. അപ്പോൾ നമ്മളത് ആദ്യം ഇതിനെ പ്രോക്സി എന്നാ പറയാം. അപ്പോൾ ആ പ്രോക്സി നമ്മൾ കറക്റ്റായിട്ട് നീറ്റാക്കി മനസ്സിലാക്കി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് മോഡൽ ചെയ്യാൻ പറ്റും. 100% നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് നല്ലൊരു ഡിസൈനർ ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ എളുപ്പ വഴികളെല്ലാം നോക്കി നോക്കുക. കണ്ടോ, ഈ സെഗ്മെന്റ്സിനെല്ലാം നിങ്ങൾ ഇതുപോലെ ഈ ഭാഗങ്ങളെല്ലാം അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ എല്ലാ ചിത്രങ്ങളൊന്നും നോക്കാം. കാരണം ഈ ബോണറ്റിന്റെ സൈഡ് വരുന്ന ഈ ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് പുറത്തേക്ക് തള്ളിയിട്ടാണ് വരുന്നത് എല്ലാ വണ്ടിയിൽ. കണ്ടോ, ഇതിങ്ങനെ വരില്ല. ബസ്സിൻ്റെ എല്ലാം പോലെ ഇങ്ങനെ നേരെ താഴോട്ട് വരില്ല. ഇവിടെ ഒന്ന്, കാരണം ഈ ഡോറ് വരുന്നുണ്ട്. അതുപോലെ ഹെഡ്ലൈറ്റിന്റെ ഭാഗം വരുമ്പോൾ ഇവിടുന്ന് ഇത്ര ഭാഗം വരെ നമുക്ക് കട്ടിങ് വരും. കാരണം ബോണറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ബമ്പർ വരുന്നുണ്ട്, ആ ബോണറ്റിന്റെ ഗ്രില്ല് വരുന്നുണ്ട് ഒരു സൈഡില്. പിന്നെ നമ്മളെ ടയർ വരുന്ന ഭാഗം ഗ്ലാസ് ചില വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ബെൻഡ് ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ, കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനാണ് ഇതെല്ലാം പറയുന്നത്. ഇതൊരു പഴയ വണ്ടി. അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് സൈഡ് ഇങ്ങനെ കുറച്ച് നമ്മളെ ഡിക്കി ഇല്ലാത്ത ഭാഗം, ഡിക്കി ഉണ്ട്, ഡിക്കി കുറച്ചും കൂടി സ്പേസ് കൂടുതലായിട്ടുള്ള ഭാഗം ഇല്ലെങ്കിൽ ഇങ്ങനെ വരും. കണ്ടോ, ഒരു ആമേരെല്ലാം ഷേപ്പിൽ വരുന്ന പഴയ വണ്ടിയാണ്. കണ്ടോ, അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കാം. ഈ റെഫറൻസ് എല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. ഞാൻ ഇതൊന്നും ലിങ്കിലിടുന്നില്ല. ഇതൊരു കാർട്ടൂൺ രീതിയാണ്. കാർട്ടൂൺ രീതി ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങനെയാണ്. കണ്ടോ, എല്ലാത്തിനും ഉണ്ട് ഇവിടെ ഒരു ഷേപ്പ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്നിട്ട്. കണ്ടോ, ഈ ഒരു പഴയ വണ്ടി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാധനമൊന്നുമല്ല. കണ്ടോ, ഈ ഒരു മെഷിൻ്റെ ഈ ലെവല് ഒന്ന് നോക്കിയെടുത്താൽ മതി. കണ്ടോ, ഗ്ലാസ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഈ ഒരു റെഫറൻസ്, അതായത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇതാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡലിംഗ് സെക്ഷൻ കാറിൻ്റെ ആണ്. 3D മോഡലിംഗ് കാറാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു കോഴ്സ് സിലബസ് ആയിട്ടാണ് എടുക്കുന്നത് 3D. അപ്പോൾ അത് നിങ്ങൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നത് പോലെ തന്നെ കോഴ്സ് സിലബസ് ആയിട്ടാണ് കിട്ടുന്നത്. സിലബസ് ആയിട്ട് തന്നെ പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ എവിടെയും ഇല്ല. സിലബസ് ആയിട്ടില്ല, ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നെല്ലാം എടുത്തിട്ടാണ് ക്ലാസ്സുകൾ തരുന്നത്. പക്ഷെ ഇത് വളരെ കൃത്യമായ സിലബസ് ആയിട്ട് തരുന്ന ഒരു ചാനലായതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ആനിമേഷൻ പാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, 3D ഡിസൈനർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്തു, ഫ്രണ്ട് വ്യൂവിൽ പോയി. ഫ്രണ്ട് വ്യൂവിൽ പോകണം കേട്ടോ, നിങ്ങൾ ഒരിക്കലും ടോപ്പ് വ്യൂവിൽ പോയി വരക്കരുത്. ഈ കാറ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് തന്നെ ചെയ്യാം. ഞാൻ പ്രോക്സിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഷേപ്പ്, അതായത് നിങ്ങൾ ഇവിടെ പോയിട്ട് നിങ്ങൾ ക്രിയേറ്റ് പോയിട്ട് ചെയ്യാം കേട്ടോ. ക്രിയേറ്റ് പോളിഗൺ പ്രിവിറ്റീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് ക്രിയേഷൻ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളിഷ്ടം. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ഷേപ്പിൽ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൽ പോയിട്ട് അതിൻ്റെ ലെങ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയാണ് ആ വണ്ടിയുടെ ഒരു സൈസ് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂവിലാണ് വരച്ചതായതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മോഡിഫൈ പോയി സെൻറ്റർ പിവറ്റ് ആണെന്ന് നോക്കണം. വരച്ചതായതുകൊണ്ട് സെൻറ്റർ പിവറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ് പ്രസ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്തിട്ട് പൊന്തിച്ചു നോക്കുക. അത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം കേട്ടോ. പോളിഗൺ പ്രിവിറ്റീസിൽ ഇൻട്രാക്റ്റീവ് ക്രിയേഷൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഓൺ ചെയ്തിട്ടാണ്. ഓഫ് ചെയ്തിട്ട് വരച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്താൽ മതി, അതിനൊന്നും ഒരു വിരോധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് വ്യൂവിൽ കിട്ടി. സൈഡ് വ്യൂവിൻ്റെ ഇത് എവിടെയാന്ന് വരേണ്ടത് പറഞ്ഞാൽ ഇത് സെൻറ്ററിലേക്ക് വരണേ. എന്ത് ചെയ്യും, എക്സ് പ്രസ് ചെയ്യുക, സെൻറ്ററിലേക്ക് എത്തിക്കുക, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. കണ്ടോ, ഫ്രണ്ട് വ്യൂ, അതായത് ഫ്രണ്ട് വ്യൂവിലും കറക്റ്റ് ആയിരിക്കണം, സൈഡ് വ്യൂവിലും ഇത് സെൻറ്റർ ആയിരിക്കണം. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ ടോപ്പ് വ്യൂവിലും ഇത് സെൻറ്റർ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോക്സി ക്യൂബ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു കാറിൻ്റെ ബേസ് മെഷിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെഷ് ഒരു സെഗ്മെന്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയോ, നമ്മളിവിടെ ചെയ്തിട്ടില്ലേ, കാരണം ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യൂബിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് ഹോറിസോണ്ടലും വെർട്ടിക്കലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ഒന്നും പേടിക്കാനില്ല, വളരെ ഈസിയാണ്. ഇൻസെർട്ട് അടിച്ചിടുക, റിസെറ്റ് ചെയ്യുക, റിലേറ്റീവ് കൊടുക്കുക, എന്നിട്ട് നിങ്ങളിതിനെ ഡിവൈഡ് ചെയ്യുക. എത്രയാണെന്ന് വേണ്ടത് നോക്കിയേ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, എത്രയാണെന്ന് വേണ്ടത് പറഞ്ഞാൽ അത് അതിന് കണക്കായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് വെക്കുക. ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ആ വണ്ടിയുടെ ഒരു ഷേപ്പ്, അത് എത്രയാണ് അതിൻ്റെ സൈസ് വരുന്ന പറഞ്ഞാൽ ഇതെല്ലാം സൈഡ് വ്യൂവിൽ പോയിട്ട് ചെയ്യണം കേട്ടോ. സൈഡ് വ്യൂവിൽ ഫ്രണ്ടിൽ വരുന്ന ഭാഗം കുറച്ച് സ്പേസ് കൂടുതലാണ്, ബാക്ക് ഡിക്കി കുറച്ച് സ്പേസ് കുറവാണ്. അപ്പം എന്ത് ചെയ്യുക, ഇതിനെടുത്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇതിന് ഇത്ര മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഷേപ്പ് ചെയ്യുക. ഇതിനിങ്ങനെ ഷേപ്പ് ചെയ്യുക. നമ്മൾ ആദ്യം ഇത് ഷേപ്പ് ചെയ്യുക കേട്ടോ. അതാ ഇവിടുന്ന് ഇങ്ങനെ വരുന്ന ഭാഗം ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് ഒരു വണ്ടിയുടെ ഷേപ്പിൽ ചെയ്യാം. ഈ ഭാഗം വരുന്ന ഗ്ലാസ് ആണ്, അത് ഗ്ലാസിന്റെ ഷേപ്പിലേക്ക് പോവാം. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു പ്രോക്സി ലെവലിലേക്ക് എത്തി. കണ്ടോ, ഒരു ബേസ് മെഷിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇവിടെ കുറച്ച് ഇത് വേണം. ഇവിടെ കുറച്ച് താഴ്ത്തിട്ടുണ്ട്, ഞാൻ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ബേസ് മെഷ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു കാറിന്റെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു വൃത്തിയായിട്ടുള്ളൊരു ഷേപ്പിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഏകദേശം നമ്മൾ ഇതിൽ തന്നെ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഒരു മോഡൽ ഷീറ്റിലായാൽ പോലും നമുക്ക് ഇങ്ങനെ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു നീറ്റ്നെസ് നമുക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു. ഇനി ഇതിനെന്ത് ചെയ്യണം അറിയോ, ഇനി നിങ്ങൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, കാരണം ഇതിന്റെ ഒരു ബോക്സ് നമുക്ക് ഷേപ്പ് കറക്റ്റ് ആയിരിക്കണം. സ്മൂത്ത് നമ്മൾ വെറ്റക്സ് അവിടെ ഇവിടെ പിടിച്ച് പിടിക്കുമ്പോൾ ആ സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ബേസ് മെഷിലേക്ക് എത്തിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇനി ആ ചിത്രം നോക്കണ്ട, റെഫറൻസ് നോക്കണ്ട, നമ്മൾ നമ്മുടെ ഇതിൽ നോക്കി നമ്മൾ ചെയ്യണം. ഗ്ലാസ് എത്ര വരുന്നു നോക്കാം. ഗ്ലാസിന്റെ ഷേപ്പ് എത്ര വരുന്നത്, ഗ്ലാസ് ഇവിടുന്ന് ഇത്ര വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുന്ന് എത്ര ഓടിയും അത്ര വെക്കുക. ഈ ഒരു ബേസ് മെഷറിലുള്ള ലെവലാക്കി വെക്കുക. എത്രയാണ് ഇത് താഴെ വരുന്നത്. ഇതൊരിക്കലും ഇങ്ങനെ താഴ്ത്തരുത് കേട്ടോ, ഇങ്ങനെ താഴ്ത്തരുത്, ഇങ്ങനെ വരരുത്. കാരണം ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ. ഇത് നിങ്ങൾ ലെവൽ ചെയ്താൽ മതി. ഈ ഒരു സാധനം ഷേപ്പ് ലെവൽ ചെയ്താൽ മതി. ഇത് എത്ര വരുന്നു പറഞ്ഞാൽ അതും ക്ലിയർ ചെയ്യാം. ഓക്കെ, കണ്ടോ, ഏകദേശം ഒരു മെഷിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്.
ഞാൻ അവിടെ ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഫയൽ നിങ്ങളും സേവ് ചെയ്യുക. ചില സമയത്ത് എറർ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര വരെ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനി നമ്മൾ ചെയ്യേണ്ടത് നോക്കിയേ, ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, നമ്മൾ വണ്ടിയുടെ ആ ഷേപ്പിൽ വരുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത് അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് എല്ലാം സെയിം ആയിട്ട് വരുന്നില്ല. അപ്പം നമ്മൾ അത് ചെയ്യണം, അത് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ടിൽ ആദ്യം പോകണം. ഫ്രണ്ടിൽ ആദ്യം പോയിട്ട് എന്ത് ചെയ്യാം? ഫ്രണ്ടിൽ ആദ്യം പോയിട്ട് ഈ ഒരു മെഷ് നമ്മൾ കറക്റ്റ് ആയിരിക്കണം. അതായത് ഈ ഒരു മെഷ് കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, അധികം വലിഞ്ഞു പോവാതെ ഇത്ര ആണെങ്കിൽ പോലും അതൊരു കറക്റ്റ് ഒരു മെഷിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇത്രയും ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഒരു മെഷ്, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ മെഷിന്റെ ഗ്ലാസ്സിനെ ഇത് ക്ലിയർ ചെയ്യുക. അതായത് ഈ മുകളിലുള്ളൊരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. ആദ്യം ഇതാ ഇവിടെ ഉള്ളതും ക്ലിയർ ചെയ്യണം. ഓക്കെ, ആദ്യം ഞാൻ ഈ ഫേസ് അങ്ങ് സെലക്ട് ചെയ്തു. ടോപ്പിൽ പോയി ഇതാ 4 അടിക്കുക. ഇങ്ങനെ ചെയ്യും. കാരണം വണ്ടി വരുമ്പോൾ വണ്ടിയുടെ മുകൾ ഭാഗം ഇങ്ങനെ ആയിരിക്കും അല്ലെ വരുന്നത് അല്ലെ? താഴെ ഗ്ലാസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യും. കണ്ടോ, ക്ലിയർ ചെയ്യും. നമ്മളിങ്ങനെ പെർസ്പെക്റ്റീവിൽ പോയി കുറേ തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒന്ന് റൗണ്ട് ആക്കി എടുക്കണം കേട്ടോ, എന്നാലേ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ ഗ്ലാസിന്റെ ഭാഗം അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഭാഗം അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ ഭാഗം രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഒരേ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടരുത്. എന്ത് ചെയ്യുക? എന്നാൽ മാത്രമേ നമുക്ക് ഈ ബോണറ്റിന്റെ ഈ സൈസ് നമുക്ക് ക്ലിയർ ചെയ്യും. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ വലിക്കരുത്. കുറച്ച് ഇതിപ്പോ ഇത്ര പേരെ വലിച്ചാലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. കണ്ടോ, അതായത് ഈ ഫ്രണ്ട് ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം ഇങ്ങനെ കാണണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ ഭാഗം ഇങ്ങനെ കാണണം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ? ഇപ്പൊ ഏകദേശം ഒരു വണ്ടിയുടെ ഷേപ്പിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. കണ്ടോ, കണ്ടോ, ബാക്ക് സൈഡ് ഇങ്ങനെ വന്നു, ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഇതാണ് നമ്മുടെ പ്രോക്സി മെഷ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഏകദേശം നിങ്ങളിപ്പോ പെർസ്പെക്റ്റീവ് ഇങ്ങനെ അനക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഒരു ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ പറ്റും. കണ്ടോ, വളരെ ഈസി അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഇവിടെ കുറേ സെഗ്മെന്റ്സ് ഉണ്ടല്ലോ, വെറ്റക്സ് ഇങ്ങനെ നമുക്ക് എഡ്ജസ് കുറേ ഉണ്ടല്ലോ സാറേ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീനപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊന്നും പേടിക്കണ്ട നിങ്ങൾ. ഓക്കെ, അതൊന്നും പേടിക്കേണ്ട ഒരു വിഷയമല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവിടുന്ന് ഒരു മെഷ് താഴോട്ടിടാം. കാരണം ഇവിടെ 4 ആണല്ലോ വേണ്ടത്. ഇപ്പോൾ 1, 2, ഇവിടെ 3, 4 വരും. അപ്പോൾ ഒരു മെഷ് താഴോട്ടിടാം. എങ്ങനെ ഇടാൻ പറ്റും നമുക്ക്? ഓക്കെ, നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ഫേസ് സെലക്ട് ചെയ്യുക. ഫേസ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മൾട്ടി കട്ട് എടുത്തിട്ട് ജസ്റ്റ് എവിടെ നിന്നാണോ വേണ്ടത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ തന്നെ മെഷ് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പഠിച്ചതല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചത്. ഇനി എന്ത് ചെയ്യുക? വെർട്ടെക്സിന് 2 സെലക്ട് ചെയ്യുക. കണക്ട് കമ്പോണന്റ് കൊടുക്കുക. കണക്ട് കമ്പോണന്റ് പ്രസ് ചെയ്താണ് റിപ്പീറ്റ്. കണ്ടോ, അപ്പോൾ ആ ഷേപ്പിലേക്ക് വന്നില്ലേ? നോക്കിയേ, ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞ എപ്പിസോഡ് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഞാൻ ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഫയൽ അതിൻ്റെ മുകളിൽ തന്നെ നിന്നോട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്ത് ഇപ്പറും അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ മൾട്ടി കട്ട് എടുത്തിട്ട്, മൾട്ടി കട്ട് എന്തിനാ നമ്മൾ ഫേസ് എന്തിനാ സെലക്ട് ചെയ്തിന്? നമ്മളിങ്ങനെ വരക്കുമ്പോൾ എല്ലാ ഇതിലേക്കും വരും. അപ്പം ഫേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റും. കണ്ടോ, എന്ത് ചെയ്തു? വെർട്ടെക്സ് എടുത്തിട്ട് ഇതിനെ കണക്ട് കമ്പോണന്റ് പ്രസ് ചെയ്യും. അല്ല, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്താൽ മതി കേട്ടോ. പ്രസ് ചെയ്യും. കണ്ടോ, മെഷ് വരുന്നത് കണ്ടോ? ഈസി ആയിട്ട് വരുന്നില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. കണ്ടോ, വളരെ ഈസി ആയിട്ട് ആ മെഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിക്കോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ ചെയ്തു. ഇതിവിടെ നമുക്ക് ഹെഡ്ലൈറ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഇവിടെ വരുന്ന, അതായത് ഞാനിപ്പോൾ റെഫറൻസ് എടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് ഈ ഭാഗം നമ്മൾ ചെയ്തു. പക്ഷേ ഈ ഒരു ഭാഗം കണ്ടോ, അതായത് ഈ ഒരു ഭാഗം ഗ്ലാസിന്റെ നമുക്ക് കയറി വരുന്ന ഭാഗം, അതായത് ഇത്ര ഭാഗമാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ വണ്ടിയുടെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്യണം. എങ്ങനെ കവർ ചെയ്യണം? എന്നാലും മാത്രമേ നമുക്കത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. നമ്മൾ നോക്കിക്കോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് എഡ്ജിൽ നമ്മൾ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ വെക്കാം. ഇൻസേർട്ട് വിത്ത് എഡ്ജ് ഫ്ലോ ക്ലിക്ക് ചെയ്യാം. നോക്കാം, നമുക്ക് എഡ്ജ് ഫ്ലോ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെഗ്മെന്റ്സ് ഇടാം. ഇവിടെ ഇടാം. ഇത് വേണ്ട കേട്ടോ.
എഡ്ജ് ഫ്ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസ് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫ്ലോനെ കീപ്പ് ചെയ്തിട്ടാണ് ഫേസ് വരുന്നത്. അപ്പോൾ അത് വേണ്ട. എഡ്ജ് നമ്മൾ ഇത് ഓഫ് ചെയ്യാം, നമുക്ക് വേണ്ട. റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ചെയ്ത് ഫേസ് സെലക്ട് ചെയ്തിട്ടില്ലേ, ഫേസ് സെലക്ട് ചെയ്തിട്ട് വരച്ച പോലെ തന്നെ ഈ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്യുക. ഈ ഫേസ് വേണ്ട കേട്ടോ, ഇത് വേണ്ട. ഈ ഫേസ് സെലക്ട് ചെയ്തിട്ട് മൾട്ടി കട്ട് എടുത്തിട്ട് ഇതിന് കണക്കായിട്ട്, അതായത് ഈ ഒരു ഫേസിന് കണക്കായിട്ട് വരക്കാം. കാരണം അവിടെ ബാക്ക് ഡിക്കി വരുന്നുണ്ടായിട്ട് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, കണ്ടോ വണ്ടി വരുന്നുണ്ടോ, വണ്ടിയുടെ ഷേപ്പ് വരുന്നുണ്ടോ? വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് വരും. നിങ്ങൾ കാറെല്ലാം ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടി ഉണ്ടാക്കിയെടുക്കാം. നോക്കിയേ, കണക്ട് കമ്പോണന്റ് കണ്ടോ, ആ ഷേപ്പ് ഇങ്ങനെ വന്നില്ലേ, ഗ്ലാസ് ഇങ്ങനെ വന്നു റൗണ്ട് ഈ മെഷിലേക്ക് ഇങ്ങനെ അങ്ങ് കയറിപ്പോകുന്നുണ്ട്. കണ്ടോ, മെഷിലേക്ക് കയറിപ്പോകുന്നുണ്ടോ? കണ്ടോ, നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി നോക്കാം കേട്ടോ. ഒരു സെഗ്മെന്റ്സ് കണ്ടോ. അപ്പോൾ വണ്ടിയുടെ ആ മെഷ് ഇങ്ങനെ കയറി ഇതിലേ വന്ന് ഇതിലേ പോയി ഗ്ലാസ്സിലേക്ക് കൂടിയിട്ട് വന്നു. കണ്ടോ, മെഷയിലേക്ക് വന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ നമുക്കില്ലത് നോക്കിയാൽ ഇത് ഗ്ലാസിൻ്റെ ഞാനൊന്ന് സേവ് ചെയ്യുന്നുണ്ട്, ഫയല് സേവ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ഡിക്കി ആയതുകൊണ്ട് കേട്ടോ കുറച്ച് പൊന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെല്ലാം വരുന്നുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ഗ്ലാസ് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ കേട്ടോ. ഇത് ഒരിക്കലും ഇങ്ങനെ വലിക്കരുത് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ വലിക്കരുത് കേട്ടോ, ഇങ്ങനെ വലിക്കണ്ട. അത് അവിടെ തന്നെ മെഷ് നിൽക്കട്ടെ. ഡോറിന്റെ സൈസ് വരുമ്പോൾ നമുക്ക് അത് മെഷ് അങ്ങനെ തന്നെ വരും. ഇത് ഇവിടെ തന്നെ നിന്നോട്ടെ, ഇത് നമ്മൾ ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ വലിച്ചോ. ഓക്കെ, ഇത് മെഷ് ഫ്ലോ ആവും. ഓക്കെ, അതുപോലെ ഇതും നിങ്ങൾ വലിച്ചിട്ട് മെഷ് ഫ്ലോ ആക്കിക്കോ. കണ്ടോ, അപ്പോൾ ഒരു മെഷ് ഫ്ലോ വന്നിട്ടുണ്ട്. കണ്ടോ, മെഷ് ഫ്ലോ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് നോക്കി ചെയ്താൽ മതി. ഒന്നും പ്രയാസമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്ലാസ് അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഞാനിങ്ങനെ ഒരു ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നോക്കിയേ, ഒന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്താൽ നമ്മുടെ ആ ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് നോക്കിയാലോ, ആ ചിത്രം ഒന്ന് നോക്കാം. നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്ന ചിത്രം കണ്ടോ, ഇവിടുന്നാണ് ഇങ്ങനെ വരുന്നത്. അത് നമുക്ക് സ്ട്രെയിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ടിങ് വന്ന് ഹെഡ്ലൈറ്റിന്റെ ഒരു ഭാഗം വന്നു. ഈ ലൈനാണ് നമ്മൾ ഇപ്പോൾ ഇട്ടത്, പുറത്തേക്കുള്ള ലൈൻ. മനസ്സിലായില്ലേ? ഗ്ലാസ് ഇവിടുന്നാണ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ രണ്ട് രീതി നമുക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ രണ്ട് വെറ്റക്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചാംഫർ വെറ്റക്സ് സെലക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് കട്ടിങ് വന്നിട്ടുണ്ട്, എഡ്ജസ് വന്നിട്ടുണ്ട്. കണ്ടോ, എഡ്ജസ് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. നോക്കി സോഫ്റ്റ് ഹാർഡൻ അടിച്ചു കൊടുത്താൽ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ ഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിൾ പോയില്ലേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നില്ലേ, അത് പോയില്ലേ, ഈസി ആയില്ലേ, കുറച്ചും കൂടി ഈസി ആയില്ലേ. അപ്പോൾ അത് അവിടെ നിന്നോട്ടെ. അങ്ങനെ ഇപ്പോൾ തന്നെ വണ്ടിയായി. കണ്ടോ, വണ്ടി വന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡൽ എത്ര ഒരു അഡ്ജസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മോഡൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, എത്ര ഈസി ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും വെറ്റക്സ് നമുക്ക് ചെയ്തൂടെ. നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, ചാംഫർ വെറ്റക്സ് നമ്മൾ കൊടുക്കുക. കണ്ടോ, അവിടെയും വന്നിട്ടുണ്ട്. കണ്ടോ, എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ്, സോഫ്റ്റ് എഡ്ജ് അല്ല ഹാർഡൻ എഡ്ജ്. അങ്ങനെയാണെന്ന് കണ്ടോ, വണ്ടി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഏതെങ്കിലും ഒരു മോഡൽ ഷീറ്റ് ആണോ, നമ്മൾ ആ മോഡൽ ഷീറ്റ് ഒന്നും ബ്ലൂ പ്രിന്റ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. കണ്ടോ, എന്നാൽ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ട്രയാങ്കിൾസ് ഇവിടെ ഈ ഭാഗം പിന്നെ ചെയ്യരുത് കേട്ടോ, ഇപ്പൊ ചെയ്യരുത്. കാരണം ഇവിടെ പോയി എഡ്ജ് എടുക്കരുത്. ഹെഡ്ലൈറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാണ്ട്, ബാക്ക് ഡിക്കി നമുക്ക് ചെയ്യാണ്ട്, ഗ്ലാസ് നമുക്ക് ചെയ്യാണ്ട്. ഗ്ലാസ് ഒരിക്കലും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരില്ല. അപ്പോൾ അതും നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് സെൻറ്റർ എഡ്ജസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സമയമായി. എങ്ങനെ സേവ് ചെയ്തോട്ടെ. ഒരു എഡ്ജസ് എടുക്കുക, അതായത് 3 എഡ്ജസ് കണക്കായിട്ട് കിട്ടുന്ന രീതിയിൽ എഡ്ജസ് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടി കട്ട് എടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ എഡ്ജിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ എഡ്ജിനെ ഇവിടെ കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് പ്ലേസ് ചെയ്യുക. കണ്ടോ, അതായത് സിമിട്രി എഡ്ജസ് വേണ്ടേ, നമ്മളെല്ലാത്തിലും പഠിച്ചല്ലേ സിമിട്രി എഡ്ജസ് വേണം. കണ്ടോ, വണ്ടിയുടെ ഈ ഭാഗമായിട്ടുണ്ട്. ഈ സിമിട്രി എഡ്ജസ് നിങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, ഇവിടെ എന്ത് ചെയ്യണം, ഈ ഗ്ലാസ് വരുന്ന ഭാഗമില്ലേ, ഈ ഗ്ലാസ് നോക്കിയേ, വണ്ടിയുടെ ഗ്ലാസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വണ്ടിയുടെ ഗ്ലാസ് എങ്ങനെയുള്ളത് നോക്കിയേ, കണ്ടോ,
ഇങ്ങനെ ഇങ്ങനെ ഒരു കേവ് രീതിയിലാണ് വണ്ടിയുടെ ഷേപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ വണ്ടിയുടെ ഷേപ്പ് അങ്ങനെ ആ കേവ് രീതിയിൽ വരുന്നുണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വെർട്ടെക്സിനെ നിങ്ങൾ നോക്കിയേ, ഈ ഒരു വെർട്ടെക്സിന് നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായില്ലേ? കുറച്ച് ബാക്കോട്ട് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെർട്ടെക്സിനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. രണ്ട് രീതി ചെയ്യാം. മനസ്സിലായില്ലേ? രണ്ട് രീതി ചെയ്യാം. അതായത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്നേ ഇല്ല, വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഒന്നിക്കുക ഈ രണ്ട് വെർട്ടെക്സിനെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഇതാ ആ വണ്ടി ഇങ്ങനെ ആകും, ഇങ്ങനെ ഉണ്ടാവും ഷേപ്പ്. അതായത് കാറിന്റെ ഏത് മോഡൽ ഷേപ്പ് ഗ്ലാസ് ആണെന്ന് വരുന്നത് അതുപോലെ തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എനിക്ക് വേണ്ടത് ഇവിടെയാണ്. ഇതിനെ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കിയേ, ടോപ്പ് വീല് പോയി ഇതിനെടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ടോപ്പിൽ ഇങ്ങനെ ഉണ്ടാവണം, ടോപ്പിൽ ഇതാ ഇതുപോലെ ഉണ്ടാവണം. വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെയും വെർട്ടെക്സിനെ സെലക്ട് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. കണ്ടോ, മൂവ് ചെയ്തു. അപ്പൊ തന്നെ ഏകദേശം ബോഡി ഷേപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, വണ്ടിയുടെ ഷേപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. കണ്ടോ, മനസ്സിലാവുന്നില്ലേ? വളരെ ഈസി അല്ലേ? ഇത് വലിയ പ്രയാസമുള്ളൊരു സംഭവമൊന്നുമല്ല. എല്ലാ മോഡലും ഞാൻ നിങ്ങൾക്ക് ഈസി ലേൺ 3D മലയാളം എന്നല്ലേ പേരിട്ടതേ അതുകൊണ്ടാണ്. കാരണം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ 3D പഠിക്കാൻ പറ്റുന്ന രീതിയിലായതുകൊണ്ട്. ഓക്കെ, നോക്കിയേ. അപ്പൊ അതും ക്ലിയറായി. അതും നമ്മൾ സെഗ്മെന്റ്സുകൾ ഫ്ലോ നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കേട്ടോ, അപ്പൊ ഏകദേശം മെഷ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ 4 കിട്ടി, അവിടെ 4 കിട്ടി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിൾസ് അലൗഡ് അല്ലല്ലോ, ട്രയാങ്കിൾസ് അലൗഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമോ, നമ്മൾ ഒരു മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു സെഗ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് വരക്കും. അത് വരക്കുമ്പോൾ നോക്കണം കേട്ടോ, നിങ്ങൾ 4 എഡ്ജിൽ ഇത് 4 ലെയർ ഇതിൽ വെച്ചിട്ട് പാനലിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അത്രയും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കൺട്രോൾ വെച്ച് കണ്ടോ, ഇത് നോക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എവിടുന്ന് എത്രത്തോളമാണ് കവർ ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൺട്രോൾ പ്രസ് ചെയ്തു. ഇതാ മുകളിൽ ഈ പെർസ്പെക്റ്റീവിൽ നോക്കണം കേട്ടോ, അതാ എത്രയാണെന്ന് വരുന്നത് ഞാൻ അവിടെ വെച്ചു. കണ്ടോ, അതുപോലെ ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, അവിടെ വരച്ചു. കണ്ടോ, ഇത് സപ്പോർട്ടിങ് എഡ്ജ് അല്ല കേട്ടോ. ഇനി സപ്പോർട്ടിങ് എഡ്ജ് ആണെന്ന് വിചാരിക്കരുത്. സപ്പോർട്ടിങ് എഡ്ജ് അല്ല. നമുക്ക് അവിടെ അങ്ങനെ ഒരു ബോഡി ആ ഒരു ഷേപ്പിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ട്രയാങ്കിൾസ് വന്നുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇല്ല ഈ എഡ്ജസിന് വേണ്ടല്ലോ, അതായത് ഈ എഡ്ജസിന് വേണ്ടല്ലോ താഴോട്ട് വരുന്നത്, ഇതിന് വേണം. ആ എഡ്ജസിന് വേണ്ട, ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, അപ്പൊ എന്തായി, ഇവിടെ 4 എഡ്ജ് വന്നിട്ടുണ്ട് അല്ലേ. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത് വേണ്ട, ഷിഫ്റ്റ് ഡിലീറ്റ്. കണ്ടോ, പോയി 4 എഡ്ജ് വന്നിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് വന്നില്ലേ? കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയോ, ഇനിയാണ് നമ്മുടെ യഥാർത്ഥ ഒരു പരിപാടി പ്രോക്സി എടുക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുന്നുണ്ട്. ഞാനിത് കൂടെ സേവ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഒരു എറർ വന്നിട്ട് എൻ്റെ ഫയലുകളെല്ലാം പോകുന്നുണ്ട്. അത് പേടിച്ചിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ് തരുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് തളരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു KSRTC ബസ് പോലെ തോന്നരുത് കേട്ടോ. KSRTC ബസ്സിൻ്റെ മുകളിലുള്ള പോലെ തോന്നരുത്. കാരണം അവിടെ ഒരു ഇങ്ങനെ കാറിന് എപ്പോഴും നോക്കിയാലും മനസ്സിലാവും, ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരിക്കും കാറിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. ഇതാ ഒരു കേവ് ഷേപ്പ് ഇത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ഇവിടെ കുറച്ച് പൊന്തിയിട്ടും ഇവിടെ ഇങ്ങനെ താഴ്ന്നിട്ടുമാണ്. നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യുക കേട്ടോ. മാക്സിമം ഒബ്സർവ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വെർട്ടെക്സിനെ എടുത്തിട്ട് കുറച്ചങ്ങനെ പൊന്തിക്കണം. കണ്ടോ, ഇപ്പം കണ്ടോ ഷേപ്പിലേക്ക് എത്തുന്നുണ്ടോ? എന്ത് രസമാണ് ചെയ്യുമ്പോൾ. നമുക്ക് ആ മോഡൽ ഉണ്ടായി വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ലേ? നോക്കിയേ, കണ്ടോ, ഒന്നില്ലേ, ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവും. കാരണം ആ മോഡൽ ചെയ്ത് ഉണ്ടാവുമ്പോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുക, അടുത്ത പരിപാടി നമുക്ക് എടുക്കാം. നോക്കിയേ, നമ്മളിതിനെ സേവ് ചെയ്യുക. ഞാനിത് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇൻക്രിമെൻറ്റ് സേവ് ചെയ്താൽ മതിയിട്ട്. ഇൻക്രിമെൻറ്റ് സേവ് ചെയ്താൽ കുറേ ഫയൽ വരും. പക്ഷേ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് തന്നെ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ വരില്ല. വണ്ടിയുടെ മുൻവശം ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ ഒടിഞ്ഞു വരില്ല. ഇങ്ങനെ ഒരു കട്ട് ഷേപ്പ് ഉണ്ടാവും അല്ലേ. ആ ചിത്രത്തിൽ നമുക്ക് നോക്കിയാലോ, കട്ട് ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്താൽ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതാ ഇങ്ങനെ വരും. കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് വരും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറിയോ,
ഇവിടെ ഇല്ലതും വെർട്ടെക്സിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് നമ്മളെ വർക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വെർട്ടെക്സ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടി കട്ട് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് വരയാം, താഴോട്ടൊന്ന് വരയാം, താഴോട്ടൊന്ന് വരച്ചു വെക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് താഴോട്ട് നമ്മളൊന്ന് വരച്ചു വെക്കും. കണ്ടോ, വരച്ചു വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ വരച്ചു നോക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക് താഴോട്ട് നമുക്ക് സെഗ്മെന്റ്സ് ഇനി കിട്ടാനുണ്ട്. സെന്ററിൽ നിന്ന് ഒരു ബിവൽ എഡ്ജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സെഗ്മെന്റ്സ് എല്ലാം കിട്ടും. പക്ഷെ നമ്മൾ അതിന് നിൽക്കുന്നില്ല. ഇങ്ങനെ കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിപ്പം ഈ ഒരു കട്ടിങ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ഏകദേശം വണ്ടിയിരുന്നത് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിത് എടുത്തു, ഇവിടുന്ന് ഇങ്ങനെ കട്ടിങ് ആക്കി വെച്ചു. കണ്ടോ ആ എഡ്ജ് നമ്മൾ ഫ്ലോ ചെയ്ത് പോവുകയെന്ന് കണ്ടോ. ഇനി നിങ്ങൾക്ക് അവിടുന്ന് ഒന്ന് റൗണ്ടാക്കി എടുക്കണമെങ്കിൽ ഇതിനെ എടുത്തിട്ട് ഒന്ന് റൗണ്ടാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഇല്ലതും സെലക്ട് ചെയ്തു നമ്മൾ ഇങ്ങനെ വെച്ചു, ഇവിടെ ഇല്ലത് എടുത്തു ഇങ്ങനെ റൗണ്ടാക്കി. കണ്ടോ, അതായത് ടോപ്പ് വീല് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ വണ്ടിയായി. കണ്ടോ, ഇങ്ങനെ വരണം. നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ അവിടെയും അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല ഷേപ്പ് നമുക്ക് കവർ ചെയ്ത് വരാൻ പറ്റും. കണ്ടോ, ഞാൻ ഫയൽ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇത്രയും ചെയ്തു. ഇനിയിപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇല്ല എഡ്ജസിനെയും കൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്യാനാണ് പോകുന്നത്. കാരണം ഈ എഡ്ജസ് എടുക്കുന്നില്ല, ഞാൻ ഇവിടുന്ന് ഉള്ള ഒരു എഡ്ജസും കൂടി ഞാൻ കറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവിടുന്ന് എടുത്തു, ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ബോണറ്റ് വേണ്ടേ നമുക്ക് വണ്ടിക്ക്. അപ്പോൾ ബോണറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സെഗ്മെന്റ്സ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ട്രയാങ്കിൾസ് ഇല്ലെല്ലാം ഞാൻ കളഞ്ഞു പോവുകയാണ്. ഇവിടുന്ന് വന്നു, ഇവിടെ വന്നു, ഇവിടെ കൊടുത്തു. കണ്ടോ ആ എഡ്ജസ് ഞാൻ കീപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് താഴോട്ട് ഒരു എഡ്ജസ് വേണം. കണ്ടോ, ഇവിടുന്ന് താഴോട്ട് ഒരു എഡ്ജസ് വേണം. ആ എഡ്ജസ് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഇട്ട് വെക്കാം. കണ്ടോ, ഒരു മോഡൽ ഷീറ്റും ഇല്ലാതെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ചാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ ബ്ലൂ പ്രിന്റ് മോഡൽ ഷീറ്റും ഇതുമാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനാവുന്നില്ല കാര്യം 100% ഞാൻ ഉറപ്പ് തരുന്നു. എത്ര വലിയ മോഡൽ വേണമെന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പഠിക്കണം, ഇത് പഠിക്കാതെ ആവില്ല. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഈ താഴെയില്ല ഈ സാധനം വേണ്ട കേട്ടോ, ഈ ഒരു സാധനം വേണ്ട. കാരണം ഇതിൽ വെറുതെ സെഗ്മെന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കളിക്കേണ്ടി വരും, ചില സമയത്ത് കിട്ടും ചെയ്യില്ല. അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. താഴെയില്ല ഫേസ് വേണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം നമുക്കിപ്പം കറക്റ്റായിട്ട് നമുക്ക് സെഗ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. 5 എഡ്ജ് ഇല്ല, എല്ലാം 4 എഡ്ജ് കീപ്പ് ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. കണ്ടോ, എല്ലാം കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ, കറക്റ്റായിട്ട് പോയിട്ടില്ലേ? ഇനി എന്ത് ചെയ്യണം അറിയാം, ഇവിടെ ഇല്ല ഈ എഡ്ജിനെ കണ്ടോ, ഈ എഡ്ജിനെ നിങ്ങൾ കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം. കണ്ടോ, അതായത് ബോണറ്റ് ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നില്ലേ, ബോണറ്റിൽ ഒരു ഇത് കട്ട് വരുന്നില്ലേ, ആ കട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നാലേ നിങ്ങളെ ആ ഒരു ഇത് കണ്ടോ, ഈ ഒരു സാധനം അതായത് നമ്മളെ ഹെഡ്ലൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, അതുപോലെ ഈ കട്ടിങ്ങും ഒന്ന് താഴോട്ട് ഇറക്കി വെക്കാം. കണ്ടോ ആ എഡ്ജസ് കണ്ടോ, ആ ഫ്ലോ വരുന്നുണ്ടോ? ഫ്ലോ പഠിപ്പിക്കാനാണ് ഞാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. കണ്ടോ, ഇനി എത്ര പെട്ടെന്ന് ആ മോഡൽ ഉണ്ടായത് നോക്കിയേ. സേവ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ഈ എഡ്ജസിനെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കേട്ടോ, ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇത് നമ്മളെ സ്പ്ലിറ്റ് ആയി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഒരു എഡ്ജ് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കണം, നമ്മൾ സെൻറ്റർ എഡ്ജ്. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായി അതിനെ കറക്റ്റായി കൊണ്ടുവരാം. ഒരിക്കലും ഇവിടെ മുട്ടരുത്, ഇങ്ങനെ കിട്ടണം നമുക്ക്. കണ്ടോ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എഡ്ജസിനെ കവർ ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? ഫ്ലോ കറക്റ്റായില്ലേ? ഇങ്ങനെ ഫ്ലോ വരണം. ഓക്കെ, നമ്മൾ അധികം സെഗ്മെന്റ്സ് എടുത്തില്ല, 3 സെഗ്മെന്റ്സ് എടുത്തിട്ട് അതിലൊന്നും നമ്മൾ കൂടുതൽ എടുത്തില്ല. കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഓക്കെ. ഇനി ഇപ്പൊ ചെയ്യേണ്ടത് നോക്കിയേ, ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ ഒരു സാധനം ഈ ഒരു എഡ്ജസ് ഇങ്ങനെ തന്നെ കിട്ടെ. നമുക്കൊരു കട്ട് ഇവിടെ വരുന്നുണ്ട്, ഇവിടെ നമുക്കൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ കിട്ടെ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവണമെങ്കിൽ ഈ ഒരു സാധനം മാത്രം സെലക്ട് ചെയ്തിട്ട് സ്ലൈഡ് എഡ്ജ് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടി നിങ്ങളുടെ മോഡലിന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇത് ഇങ്ങനെ കുറച്ച്, അതായത് ഈ മുട്ടി വരുന്നില്ല, ഇത്രയും ഗ്യാപ്പ് ഇത്രയും വരണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ കുറച്ച് അടുത്തേക്ക് വെക്കാം ഇതിനെ. കണ്ടോ,
മനസ്സിലായില്ലേ? നമ്മൾ ആ ഗ്ലാസ് നമ്മൾ ക്ലിയർ ചെയ്യും, അതുകൊണ്ട് പ്രശ്നമില്ല. ഗ്ലാസ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകും. ഇവിടുന്ന് വലിക്കരുത്. ഫ്രണ്ട് വ്യൂവിൽ പോയി ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഏകദേശം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടോ, ഏകദേശം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെയും ചെയ്യണം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഇതേ സാധനം ഇവിടെയും നിങ്ങൾ വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ബാക്ക് വ്യൂ ആണ് വരുന്നത്. ഞാൻ ഇവിടെ തന്നെ പിടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതാ ഈ ഒരു 2 സാധനം കേട്ടോ. ഇത് ഇവിടെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ എടുത്തിട്ട് ഇവിടെ വെക്കാം. സ്ലൈഡ് എഡ്ജാണേ, നിങ്ങൾ ഒരിക്കലും മൂവ് ടൂൾ എടുത്ത് മൂവ് ചെയ്യരുത്. ഓക്കെ, ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് ഇങ്ങോട്ട് ആക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ലാസ്റ്റ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര വരെ എത്തിച്ചിട്ടുണ്ട്. നോക്കിയേ, സോഫ്റ്റ് ഹാർഡൻ എഡ്ജ്, സോഫ്റ്റ് ഹാർഡൻ. ഇപ്പം നോക്കിയേ, വണ്ടി ഇപ്പം ഏകദേശം ആയി. കണ്ടോ, ആ ക്യൂബിൽ നിന്ന് എത്ര പെട്ടെന്ന് വണ്ടി ഉണ്ടായത്. വളരെ കൃത്യമായിട്ട് വണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വ്യൂവിൽ പോയി ജസ്റ്റ് ഒന്നും കൂടി വലിക്കാം കേട്ടോ. ഈ ഒരു വെറ്റക്സിനെ ഒന്നും കൂടി നിങ്ങളൊന്ന് റൗണ്ടാക്കി എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഗ്ലാസ് കാണുന്നതിന് തെറ്റൊന്നുമില്ല. കണ്ടോ, അതുപോലെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഈ സാധനം. കാരണം ഇത് നമുക്ക് ഈ 2 സാധനം എടുത്തിട്ട് കുറച്ചൊന്ന് താഴ്ത്തി വെക്കാം. കാരണം ആ ഒരു ഷേപ്പ് നമുക്ക് ആ വണ്ടിക്ക് കിട്ടേണ്ടതാണ്. കാരണം കണ്ടോ, ഇങ്ങനെ ഇതാക്കണ്ട, ഈ ഒരു ഷേപ്പ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഇത് മുകളിലത് മാത്രം ഒന്ന് വലിച്ചാൽ മതി, എന്നിട്ട് കുറച്ചൊന്ന് താഴ്ത്തി വെച്ചാൽ മതി. കണ്ടോ, ഇത് ഏതെങ്കിലും ഒരു സെഗ്മെന്റ്സ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിന് എത്ര ഹൈറ്റ് വേണ്ടതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ലോണം കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ട് ഞാൻ അതിനെല്ലാം സെഗ്മെന്റ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാതെ ആവില്ല. നിങ്ങൾ എന്തായാലും ഒബ്സർവ് ചെയ്യുക, വർക്കുകൾ ഒബ്സർവ് ചെയ്ത് പോവുക, എന്നാൽ മാത്രമേ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് സെഗ്മെന്റ്സ് വേണം, ഇവിടുന്ന് ഇങ്ങോട്ട് വേണം. അതുപോലെ ഇതിനെ സെന്റർ ചെയ്യാനുള്ള സെഗ്മെന്റ്സും നമുക്ക് ഇവിടെ വേണം. ഇവിടെ സെന്റർ ചെയ്യാനുള്ള സെഗ്മെന്റ്സ്, അതായത് ഇതിനെ നമ്മൾ ഇപ്പം ഇവിടെയാണ് ഗ്ലാസ് ആണെങ്കിൽ ഇവിടെ ആയിരിക്കും സീറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഹാഫ് പാർട്ടിഷൻ നമുക്ക് ഇത് വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ, പ്രശ്നമില്ല. ഇത് വേണമെങ്കിൽ ചെറുതാക്കാം. എത്രയാണെന്ന് വരുന്നത് പറഞ്ഞാൽ ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാം. കണ്ടോ, വണ്ടി ഈ ഒരു ഷേപ്പിലേക്ക് വരും. കൺട്രോൾ സെറ്റ് അടിച്ച് ഇതാണ് എൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നത്. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് മാറും. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ പാർട്ടീഷൻ ചെയ്ത് നോക്കാം ഈ ചിത്രത്തിന്. അതാ നോക്കിയേ, ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ സീറ്റ് വരുന്നുണ്ടെങ്കിൽ ഇത്രയാണ് ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറവും ബാക്കിൽ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഇട്ടാലും മതി, ബാക്കിൽ കൂടുതലല്ലേ വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ നിങ്ങൾ ഒരു മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടെ ഒന്ന് വരച്ചാലും മതി. മനസ്സിലായില്ലേ? അങ്ങനെ വരച്ചാലും മതി. അപ്പോൾ ഇത്രയും വരെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രധാന ഒരു ബോറായിട്ട് തോന്നുന്ന ഈ ഒരു ഭാഗമാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. കാരണം ഇതിനെന്ത് ചെയ്യുക, ഇത് കുറച്ചൊന്ന് പൊന്തിച്ച് വെക്കാം. കാരണം ആ വണ്ടി വരുമ്പോൾ വണ്ടിയുടെ ആ ഷേപ്പ് വരുന്ന സാധനം ഇങ്ങനെ ഒന്ന് പൊന്തിയിട്ടാണ് വരുന്നത്, അല്ലെ? ഷേപ്പ് വരുന്ന പൊന്തിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ ഗ്ലാസ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഉള്ളിലോട്ട് ഒന്ന് വലിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാത്രമേ അതൊരു വൃത്തി ഉണ്ടാവും. ഏത് ഗ്ലാസ്? ഈ ഒരു ഗ്ലാസിന്റെ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ തന്നെ നിൽക്കട്ടെ. ഞാൻ ഇത് ഇവിടെ താഴ്ത്തി തന്നെ വെച്ചിട്ടുണ്ട്. ഞാനത് മാറ്റുന്നൊന്നുമില്ല. അതൊന്ന് ക്ലിയർ ചെയ്യുക. അതായത് ഇവിടെ ഇല്ല ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ തവണ നോക്കി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ വർക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗ്ലാസ് കുറച്ച് ഇങ്ങനെ ഷേപ്പ് കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ലേ, അത് കുറച്ചൊന്ന് ഞാനൊന്ന് ചെറുതാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അധികം ഷേപ്പ് ആകുമ്പോൾ അവിടെ ഒന്ന് വലിഞ്ഞു. കണ്ടോ, ഇപ്പം ശരിയായി. സെഗ്മെന്റ്സ് വല്ലാത്തൊരു പിടുത്തം വരുന്നു. ഇപ്പൊ ഓക്കെയാണ്. ബാക്കിൽ അങ്ങനെ നിന്നോട്ടെ. ബാക്കിൽ അങ്ങനെ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. ബാക്കിൽ അങ്ങനെ നിന്നോട്ടെ. മുമ്പിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു ഭാഗം കുറച്ചൊന്ന് പൊന്തിച്ചു വെക്കാം. ഏത് ഭാഗം? ഇവിടുന്ന് വരുന്ന ഭാഗം സേവ് ചെയ്യട്ടെ.
ഇവിടുന്ന് വരുന്ന ഭാഗം, ഇവിടുന്ന് ഇവിടെ വരെ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുമ്പോൾ? പറഞ്ഞാൽ ഇവിടെ പൊന്തിയിട്ടും അവിടെ കുറച്ച് താന്നിട്ടുമാണ് വരുന്നത്. മനസ്സിലായി? ഇവിടെ പൊന്തിയിട്ടും അവിടെ കുറച്ച് താഴ്ത്തിയിട്ടുമാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇത്ര ഹൈറ്റ് വേണ്ടെങ്കിൽ ഈ ഹൈറ്റിനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എത്ര ഹൈറ്റിലാണ് വരുന്നത് ഉണ്ടോ? മനസ്സിലായില്ലേ? ഏകദേശം എത്രയാണ് ഹൈറ്റ് വരുന്നതെന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എനിക്ക് അത്ര വേണ്ട കേട്ടോ, കാരണം ഇത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുക, ഒരു കാണാൻ രസമില്ല. കുറച്ചൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കുറച്ച് മാത്രം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ചിരിക്കുന്നു. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു നോക്കിയേ, ഇത്ര വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നുന്നു പറഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടി ചെറുതാക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ ടോപ്പ് ഭാഗം. അപ്പം ഞാനൊന്നുകൂടി സേവ് ചെയ്യട്ടെ. എനിക്ക് വിശ്വാസമില്ല ഫയൽ പോകാൻ സാധ്യതയുണ്ട് എന്ന് എൻ്റെ തോന്നൽ. കുറച്ച് എനിക്ക് എറർ വന്നിട്ടുണ്ടായിരുന്നു സോഫ്റ്റ്വെയറിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഭാഗം ഞാൻ സെലക്ട് ചെയ്തു, അതായത് ടോപ്പ് ഇത്ര വരെയുള്ള ഭാഗം. അതിനാ ഞാനൊന്ന് ചെറുങ്ങനെ ഓക്കെ, ഇത്ര മതി കണ്ടോ. കാരണം നേരത്തെ അത് ആ ഒരു ഷേപ്പിൽ ഉണ്ടായിട്ടില്ല, ഇപ്പം അത്ര ഒന്ന് ഷേപ്പായിട്ട് വരുന്നു കണ്ടോ. കണ്ടോ, ആ ഒരു ഷേപ്പിലേക്ക് വന്നത് ഇപ്പാണ്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഷേപ്പാക്കി. കണ്ടോ, ഇപ്പോൾ കാറിനൊരു വൃത്തി വന്നു, ഷേപ്പ് കറക്റ്റായിട്ട്, ഫ്ലോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ്വെയർ ഹാർഡൻ എഡ്ജ് കൊടുക്കണേ, കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. സേവ് ചെയ്യുക. നോക്കിയാൽ ഇനിയാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇവിടെ ഒരു സെഗ്മെന്റ്സ് വരുന്നുണ്ട്, ആ സെഗ്മെന്റ്സിനെ നമ്മൾ മൾട്ടി കട്ട് എടുത്തിട്ട് വരക്കാം. കറക്റ്റായിട്ട് വരക്കണേ. ഈ ഒരു എഡ്ജ് നോക്കണം കേട്ടോ, ഈ ഒരു എഡ്ജ്. അതായത് ചില വണ്ടിക്കെല്ലാം നമ്മുടെ ഗ്ലാസിൻ്റെ ഫ്രെയിം വരണ തള്ളി പുറത്തേക്ക് വന്ന പോലെ കാണും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എഡ്ജിനെ കുറച്ചൊന്ന് റൗണ്ട് ആക്കി വെക്കുക. അതായത് ഇതുപോലെ കണ്ടോ. ഇപ്പം നോക്കിയേ, കണ്ടോ, ഏകദേശം നമുക്ക് ഒരു എഡ്ജ് നമുക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം മുകളിലും ക്ലിയർ ആയി. കണ്ടോ, വണ്ടിയിലെ ഏകദേശം എഡ്ജസ് നമ്മൾ ക്ലിയർ ആയിട്ട്. എത്ര പെട്ടെന്ന് നമ്മൾ മോഡൽ ചെയ്ത് നോക്കിയേ. ഈ മോഡലിംഗ് നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് മോഡൽ ചെയ്യാൻ പറ്റും കേട്ടോ, 100%. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഈ വണ്ടി നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തായാലും സെഗ്മെന്റ്സ് വേണം താഴോട്ട്, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സെഗ്മെന്റ്സ് വേണം നമുക്ക്. ഇവിടെ ഒരു നമുക്ക് ഇതും വേണം. അപ്പോൾ ഗ്ലാസ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാനൊന്ന് സേവ് ചെയ്യട്ടെ, ഞാൻ ഇടയിൽ സേവ് ചെയ്യുന്നുണ്ട്. ഫേസ്, ഈ ഫേസിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സും നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങൾ എന്താണെന്നോ നല്ലത് നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്താൽ മതി. എക്സ്ട്രൂഡ് ഫേസ് ഓപ്സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഈ ഗ്ലാസും കൂടി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫ്രെയിം കിട്ടും. കണ്ടോ, മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്താൽ മതി. അത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മാത്രം ചെയ്താൽ KSRTC ബസ് പോലെ തോന്നും. മനസ്സിലായില്ലേ? അപ്പോൾ KSRTC ബസ് എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, അതൊരു പിടുത്തം വരുന്നുണ്ടായിരുന്നേ. ഇനി G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. തിക്നെസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, കണ്ടല്ലോ. നമുക്ക് ആ മുകളിലെ ആ ഒരു കട്ടിങ്ങും കൂടി നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ആ ഗ്രില്ല് വരുന്ന ഒരു കട്ടിങ്ങും കൂടി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, ഫുള്ളായിട്ടുള്ളത് കവർ ചെയ്തിട്ടില്ല ഗ്ലാസ്. കണ്ടോ, കണ്ടല്ലേ? ടോപ്പ് വ്യൂവിൽ പോയി ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് സേവ് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ പോയി ഇതിനെ ഞാൻ ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. മൂവ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഇതിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കണ്ടില്ലേ? അതായത് സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുത്ത് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ടുണ്ട്.
ഇനി ഇപ്പുറം സൈഡും കൂടി ഞാൻ ക്ലിയർ ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യും? നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് അതേപോലെ തന്നെ ഫേസിനെ ഞാൻ ഇവിടുന്ന് ഇവിടം വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതിയെ. ഞാൻ ഈ ഓപ്സെറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് നിങ്ങളുടെ ഒരു ചിന്താഗതിയിൽ എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. ഞാൻ ഇത്ര വരെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഒരു ലെവൽ കിട്ടണം. ജി പ്രസ് ചെയ്തു, എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്, തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ? അപ്പൊ ഞാൻ അതും കൂടി ലെവൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ ഏകദേശം ആ ഒരു വണ്ടിയിലെ ഒരു ഷേപ്പിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്മൂത്ത് ചെയ്തിട്ടൊന്നും കാര്യമില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കണ്ടോ. കണ്ടോ? ഈ ഒരു ഷേപ്പ് വണ്ടിയുടെ മുകളിൽ ഒരു കവർ ഇട്ട പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നാൽ മാത്രമേ ഇത് ഇതിൻ്റെതായിട്ടുള്ള ഒരു വൃത്തിയിൽ വരൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ ഡോറ് വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇത് ഇവിടെ തന്നെ വെക്കണം, സിമിട്രി എഡ്ജസ് ആണ്. നിങ്ങൾ ഇതിന് ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുത്തിട്ട് ആ ഡോറ് വരുന്ന ഭാഗത്ത് സെൻട്രൽ തന്നെ കറക്റ്റ് ചെയ്യുക. കണ്ടോ? മനസ്സിലായില്ല? നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം കേട്ടോ, സെഗ്മെന്റ് ആഡ് ചെയ്യുക. പക്ഷെ ഇതിനെല്ലാം എന്ത് ചെയ്യുക, നിങ്ങൾ സ്ലൈഡ് എഡ്ജ് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ മാറ്റി വെക്കേണ്ട ആവശ്യം വരും. അതായത് ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടോ? ഇവിടെ ഒരു സെഗ്മെന്റ്സ് വേണം നമുക്ക്. കണ്ടോ? ഏകദേശം ഒരു എഡ്ജസിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവെക്കാം. ഇവിടെ ഇല്ലത് എപ്പോഴും സെൻട്രൽ തന്നെ ആയിരിക്കണേ. അതൊന്ന് സ്കെയിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ആ ഡോർ കട്ട് ചെയ്ത് വരുന്ന ഭാഗം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇവിടെ മൾട്ടി കട്ട് എടുക്കുക. മൾട്ടി കട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇവിടെയും വരച്ച് വെച്ച് പോവുക. ഇവിടെ ഒന്ന് എഡ്ജസ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എഡ്ജസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എഡ്ജസ് അവിടെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടെക്സ്ചറിങ് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് എഡ്ജസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പം അത് നോക്കുന്നില്ല ഞാൻ. ഇവിടെ ഉള്ള ഒരു എഡ്ജസും കൂടി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സ്ലൈഡ് എഡ്ജ് എന്ന് ചെയ്യണം കേട്ടോ. സ്ലൈഡ് എഡ്ജ് ഇല്ലെങ്കിൽ വർക്കാവൂലേ. കണ്ടോ? നിങ്ങൾ ഒരിക്കലും മൂറ്റിൽ കൊടുത്ത് വലിക്കരുത് കേട്ടോ. സ്ലൈഡ് എഡ്ജിന്റെ എന്താ കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ സെന്റർ വരുന്നത് കേട്ടോ. ഡോറിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം അറിയാം? ഇവിടെ നമുക്ക് വരുന്ന ഭാഗമില്ലേ, അത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരു ഷേപ്പ് ചെയ്തിട്ട് എടുക്കുക നമ്മൾ. അതായത് ഈ ഒരു ഭാഗം, അതായത് ഞാൻ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളും അതുപോലെ സേവ് ചെയ്ത് വെക്കാം. ഇതാ ഇവിടുന്ന്, അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്ന ഭാഗം ഞാൻ ഇതിനൊന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ? മനസ്സിലായില്ലേ? വണ്ടി ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. കണ്ടോ? ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുള്ള ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം, പ്രശ്നമില്ല. ബോറാണെങ്കിൽ ഒഴിവാക്കിക്കോ. ഞാനിപ്പോൾ എൻ്റെതായിട്ടുള്ളൊരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക. കാരണം ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? അല്ലെങ്കിൽ അതൊരു മിനിമം ഇതിലെടുത്താൽ മതി. അങ്ങനെ എടുക്കണം എന്നില്ല, ഒരു ചെറിയ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം കവർ ചെയ്താലും മതി. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്താലും മതി. കണ്ടോ? ഈ ഒരു ഷേപ്പ് ആക്കി എടുത്താലും മതി. അത് എന്തിനു പറഞ്ഞാൽ നമുക്ക് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റൈല് ഫീൽ ചെയ്യൂ. അല്ലെങ്കിൽ ഈ വണ്ടി സ്മൂത്ത് ചെയ്യുമ്പോൾ അതൊരു ഫീല് കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോൾ ഞാനൊന്ന് സേവ് ചെയ്യട്ടെ. ഇവിടുന്ന് എടുത്തു, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഫയൽ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെയ്യുന്നു കേട്ടോ. 0 വാല്യൂവിൽ വെച്ചിട്ട് അതിനൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഷേപ്പ് ആക്കിയിട്ട് ഏകദേശം ഒരു കേവ് ഷേപ്പ് പോലെ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ ടോപ്പ് വ്യൂവിൽ കണ്ട ഇങ്ങനെ ചെറിയ പോലെ ഉണ്ടാവണം. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ സ്റ്റൈല് കിട്ടും. നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു സ്റ്റൈല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫ്ലോ നമുക്ക് നല്ല നീറ്റ് ആയിരിക്കണം വണ്ടി. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഏകദേശം ഇത്ര വരെ ചെയ്തിട്ടുണ്ട്. ഫയൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് വീണ്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇനി ഗ്ലാസിന് നമുക്ക് കവറിങ് വരണം. നമുക്ക് എന്തായാലും ഗ്ലാസിന് കവറിങ് വരണം. അതുപോലെ തന്നെ ഇവിടെ ഇല്ല ഈ എഡ്ജസിനെ നമ്മൾ ബിവൽ എഡ്ജസ് കൊടുക്കണം കേട്ടോ. ബിവൽ എഡ്ജസ് കൊടുത്തിട്ട് സെന്റർ ഒരു സെഗ്മെന്റ് ഇട്ട് വെച്ചിട്ട് വെക്കണം. അത് നിർബന്ധമാണ്. അപ്പൊ ഇത് നിങ്ങൾ കീപ്പ് ചെയ്ത് വെക്കാം. കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. മനസ്സിലായില്ലേ? ആ ഒരു എഡ്ജസിനെ നമ്മൾ കവർ ചെയ്ത് അത് കറക്റ്റാക്കി വെക്കണം. കാരണം നമുക്കത് ആവശ്യം വരുന്നത് സപ്പോർട്ടിങ് എഡ്ജ് അല്ല, സപ്പോർട്ടിങ് എഡ്ജ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ രണ്ട് എഡ്ജസും ഞാനിപ്പോ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാല് ഇവിടുന്ന് ഇവിടം വരെയുള്ള സെലക്ട് ചെയ്തു,
ഞാൻ ഇവിടെ സ്ലൈഡ് എഡ്ജ് പോയി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു, കണ്ടോ ഇങ്ങനെ. ഇത് വേണ്ട കേട്ടോ, ഇത് സെലക്ട് ചെയ്യുക ഇങ്ങനെ. കാരണം സപ്പോർട്ടിങ് എഡ്ജ് ആണെന്ന് വിചാരിക്കരുത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇവിടുന്ന് ഇവിടെ വരെ സെലക്ട് ചെയ്തു, ഇവിടെ വരെ ഡീസെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. സപ്പോർട്ടിങ് എഡ്ജ് ആണെന്ന് വിചാരിക്കരുത്. ഇത് ഒരു ലെവലിൽ വെക്കാം. കാരണം ഇവിടെയുള്ള മെഷും നിങ്ങൾ ക്ലിയർ ചെയ്യണം കേട്ടോ. കണ്ടോ, അത് നമ്മൾ കട്ട് ചെയ്ത് വരുന്ന ഭാഗമാണ്. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. കണ്ടോ, ഏകദേശം ഇങ്ങനെ വന്നു. ഇപ്പൊ ഇവിടെ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പൊ ഈ ബോണറ്റിന്റെ ഭാഗം എന്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതെന്ന് തോന്നരുത്. കാരണം ഇത് മോഡൽ ഷീറ്റില്ലാതെ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്തായാലും. പക്ഷെ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി എന്ത് ചെയ്യണം അറിയാം, ഈ ഗ്ലാസ് നിങ്ങൾ ക്ലിയർ ചെയ്യാം. എങ്ങനെ? ഈ ഗ്ലാസിന് സെഗ്മെന്റ്സ് വേണം അല്ലേ? അപ്പൊ മൾട്ടി കട്ട് എടുത്തിട്ട് ഇതിന് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. എത്രയാണ്? 1 2 3 മൂന്നെണ്ണം മതി. ഇവിടെ ഒന്നും കൂടി ആഡ് ചെയ്യാം, 3 എണ്ണം മതി. കണ്ടോ, ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് 3 എണ്ണം കറക്റ്റായിട്ട് ചെയ്യാം. കുറച്ചും കൂടി അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സ്ലൈഡ് എഡ്ജ് ഒരിക്കലും മൂവ് ചെയ്യരുത്. സ്ലൈഡ് എഡ്ജ് വെച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യും. കണ്ടോ, ഫ്ലോ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ തന്നെ എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എഡ്ജസ് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. എഡ്ജസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കും. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് നോക്കി, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ സെഗ്മെന്റ്സുകൾ നമുക്ക് ഒന്നുകൂടി വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഫ്രണ്ടിൽ. കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മൾട്ടി കട്ട് എടുത്തിട്ട് ഒരു സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആണ്. ഒരു സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക, ഒരു ഈക്വൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് സെഗ്മെന്റ്സ് ആഡ് ചെയ്താൽ മാത്രം പോരാ. നിങ്ങൾ ഇതിന്റെ വെർട്ടെക്സിന ഇവിടെയുള്ള വെർട്ടെക്സിന നിങ്ങൾ നിർബന്ധം നിങ്ങൾ എന്ത് ചെയ്യുക, പൊന്തിച്ച് ലെവൽ ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? കണ്ടോ, അതവിടെ പൊന്തിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ എഡ്ജിനെ സെലക്ട് ചെയ്തിട്ട് ബിവൽ എഡ്ജ് കൊടുത്തിട്ട് സെഗ്മെന്റ്സ് നടുവിലിട്ടിട്ട് ഇത്രയും എഡ്ജസ് ഒന്ന് കവർ ചെയ്യുന്നത് നല്ലത്. കണ്ടോ, അപ്പൊ ചോദിക്കുക എന്തിനാ ഇത്രയും സെഗ്മെന്റ്സ്? നിങ്ങൾ കാറ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അത്യാവശ്യം സെഗ്മെന്റ്സുകളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഹൈപ്പോളി ഉപയോഗിക്കാതിരിക്കുക. ഷേപ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഷേപ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ലോ പോളിയിലും വർക്ക് ചെയ്യാം. ഇനി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പോളി സെഗ്മെന്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ലോ പോളിയിൽ വെക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ഇപ്പൊ സെഗ്മെന്റ്സ് ഞാനിപ്പോ 2 ഇട്ടത് നിങ്ങൾക്ക് അത്ര വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റൊന്നിൽ വെച്ചിട്ട് ചെയ്യാം. ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, സെഗ്മെന്റ്സ് മാക്സിമം കുറച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോഫ്റ്റ് ഹാർഡ് എഡ്ജ് ഇപ്പൊ ഞാനിവിടെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വരുന്നതല്ല, ഇതിനൊരു ഷേപ്പ് ആയിട്ട് വരണം. അതിന് ഞാനൊരു ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ആദ്യം ഇവിടെ പോയി സെഗ്മെന്റ്സ് എടുത്ത് ഇവിടെ ഒരു സെഗ്മെന്റ്സ് വരക്കും. ഇവിടെ ഒരു സെഗ്മെന്റ്സ് വരച്ചിട്ട് ഞാൻ ഇതിന് ഈ ഒരു വെർട്ടെക്സിന, അതായത് ഈ കാണുന്ന ഈ ഒരു വെർട്ടെക്സിന ഞാൻ കുറച്ചങ്ങ് പൊന്തിച്ചു വെക്കും. മനസ്സിലായില്ലേ? അതായത് ഇവിടെ എനിക്ക് ഒരു കട്ടിങ് വരണം. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കട്ട് എനിക്ക് വരണം. ആ കട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊന്തിച്ചു വെച്ചത്. മനസ്സിലായില്ലേ? ഒരു കട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് പൊന്തിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഫയൽ ഞാൻ സേവ് ചെയ്യുക, സെഗ്മെന്റ്സ് എടുത്തിട്ട് ഒരു ഇൻസേർട്ട് എഡ്ജ് ഞാൻ ഇവിടെ കൊടുക്കും. അതായത് നമുക്ക് ഈ വീല് വരണമല്ലോ, വീല് വരാനുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് കണ്ടോ, നമ്മളെ ഇത് ബോണറ്റ് വരുമ്പോ സമയത്ത് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും താഴോട്ട് അല്ലേ? അങ്ങനെയല്ലേ ബോണറ്റ് വരുന്നത്. അപ്പൊ ആ ബോണറ്റിന്റെ ആ ഒരു ഷേപ്പും കൂടി നമ്മളതിന് സെഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ബിവൽ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ബിവൽ ഷേപ്പ് കൊടുക്കുമ്പോൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അധികം പോവാതെ ബിറ്റ്വീൻ, അതായത് ഇതിന് കറക്റ്റായിട്ട് നമുക്ക് സെഗ്മെന്റ്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് കണ്ടോ, ഇവിടെ നമുക്ക് സിഗ്സാഗ് പോലെ ആയിട്ടുണ്ട്. അപ്പൊ സിഗ്സാഗ് നമുക്ക് ഉണ്ടാവരുത്. സിഗ്സാഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള എഡ്ജസ് നോക്കിയേ, ഈ ഒരു വെർട്ടെക്സ് നിങ്ങൾ പിടിച്ചിട്ട് വലിച്ച് മൂവ് ചെയ്താലും മതി കേട്ടോ.
അങ്ങനെയാണ് മതി. ഇവിടെ എല്ലാ എഡ്ജസിനെ നോക്കിയേ, ഈ എഡ്ജസിനെ ഒന്ന് മൂവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. സ്ലൈഡ് എഡ്ജ് ക്ലിയർ ആവുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ ചെയ്താൽ മതി. അത് സെഗ്മെന്റ് ഫ്ലോ കറക്റ്റ് ആയിരിക്കണേ. ഇവിടുന്ന് വരുന്ന സെഗ്മെന്റ് ഫ്ലോ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സെഗ്മെന്റ്സ് ഫ്ലോ ഒന്നും ഒരു വൃത്തികെട്ട രീതിയിൽ സെഗ്മെന്റ്സ് ഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ UV മാപ്പിംഗ് ഒന്നും ചെയ്യാനാവില്ല. അപ്പൊ സെഗ്മെന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ടെക്സ്ചറിങ് ആർട്ടിസ്റ്റിന് UV വരച്ച് അവർ തളരും, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ നമ്മൾ ജോലി ചെയ്യരുത്. നമ്മൾ കറക്റ്റായി നമ്മളെ വർക്കുകൾ കറക്റ്റായി എത്തിച്ച് നീറ്റായി കൊടുക്കാൻ പറ്റണം നമുക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ജോലിക്ക് വെക്കില്ലല്ലോ. നമ്മളാ പണി നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെഗ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ എഡ്ജസിനെ ഞാൻ ഇനി കറക്റ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു എഡ്ജസ്, ഈ ഒരു വെർട്ടെക്സ് കാണുന്നില്ല, ഈ ഒരു ലെവൽ, അതിനെല്ലാം ഞാൻ ലെവൽ ചെയ്യാറുണ്ട്. കാരണം ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. സെഗ്മെന്റ്സുകൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഒഴിവാക്കാം കേട്ടോ. ഏകദേശം ഞാനത് കണ്ടോ, കട്ടിങ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സെഗ്മെന്റ്സുകൾ നിങ്ങൾക്ക് അധികം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇവിടെ ഒരു എഡ്ജസ് വരും. ആ എഡ്ജസ് വരുമ്പോൾ ഇതിന്റെ പ്രശ്നം തീരും. ഫ്ലോ എല്ലാം കറക്റ്റ് ആവും, ഹെഡ്ലൈറ്റിന്റെ കറക്റ്റ് ആവും എല്ലാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇത്രയെല്ലാം ഏകദേശം ചെയ്തത് കൊണ്ട് നമ്മൾ ഫയൽ സേവ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടയർ വീല് വരുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് തന്നെ കട്ട് ചെയ്തിട്ട് അതിനെ ലെവല് ചെയ്യാം. കണ്ടോ, ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് അതിനെ ലെവൽ ചെയ്യും. കണ്ടോ, ഈ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റാം. കണ്ടോ, അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയി. നമ്മൾ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയി. ഇനിയിപ്പോ ഇവിടെ വരാനുണ്ട്, അത് ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. ഇത്രയും നിങ്ങൾ ചെയ്തു നോക്കാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. ഈ സെഗ്മെന്റ് ഫ്ലോ എല്ലാം കറക്റ്റ് ചെയ്യുക. അധികമുള്ള സെഗ്മെന്റ്സ് എല്ലാം നമുക്ക് ലാസ്റ്റ് ക്ലീനപ്പ് ചെയ്യാം. ആദ്യം നമുക്ക് ഷേപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെഗ്മെന്റ്സ് ഇടാം, എന്നിട്ട് ക്ലീനപ്പ് ചെയ്തിട്ട് കളയാം കേട്ടോ. ഓക്കെ, അപ്പം മെഷ് അത്രയും വേണ്ടി വരും, ആ വണ്ടിക്ക് അത്രയും മെഷ് വേണ്ടി വരും. കണ്ടോ, ഏകദേശം ഷേപ്പിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ഹാർഡ് എഡ്ജ്. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കാം.